بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى. أما بعد فأوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. صدق الله العلي العظيم. അഹ്ലു സുഫ ഹദീസ് പഠനവേദിയിലെ സ്നേഹനിധികളായ വിശ്വാസികളെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ആല ജാരിയതൈനി ഹത്താ തബ്ലുഗാ ജാഅ യൗമൽ ഖിയാമത്തി അന വഹുവ വലമ്മ അസ്വാബിഅഹ്. റവാഹു മുസ്ലിം. പരിശുദ്ധമായ ഈ ഹദീസ് സംബന്ധമായിട്ടാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ് സന്താനങ്ങൾ എന്നുള്ളത്. ദുന്യവിയായ ജീവിതത്തിന്റെ സുഖവും സൗകര്യവും അതാണെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. സമ്പത്തും സന്താനവും ഐഹികമായ ജീവിതത്തിന്റെ സുഖമാണത്, ഭംഗിയാണ് എന്ന് ശുദ്ധ ഖുർആൻ പറയുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ അത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്താനോൽപാദനത്തെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുമുണ്ട്. തസവ്വജുൽ വദൂദൽ വലൂദ്. കൂടുതൽ സ്നേഹിക്കുകയും പ്രസവിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ വിവാഹം ചെയ്യണമെന്ന പ്രോത്സാഹനം മഹാനായ പുണ്യനബി പഠിപ്പിച്ചതാണ്. മാത്രമല്ല, നാളെ മഹ്ശറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതലായി പ്രസവിച്ച അഥവാ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിച്ച ആളുകളെ കൊണ്ട് നാളെ അല്ലാഹു തആലയുടെ മുമ്പിൽ അല്ലാഹുവിന്റെ റസൂൽ വലിയ മഹത്വം പറയുമെന്നും പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് നൽകുന്ന ഏറ്റവും വലിയ നിഅമത്താണ് സന്താനങ്ങൾ. എന്നാൽ അതിനേക്കാൾ വലിയ ഉത്തരവാദിത്തവും ആ വിഷയത്തിൽ മനുഷ്യനിക്കുണ്ട്. ഒരാൾക്ക് നൽകുന്ന അമാനത്താണ് സന്താനങ്ങൾ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അമാനത്താകുമ്പോൾ അമാനത്തിനെ വീട്ടേണ്ടതുപോലെ നമ്മൾ വീട്ടുകയും ഏത് ഹക്കോടുകൂടെയാണോ നമ്മൾ വളർത്തേണ്ടത് അതുപോലെ വളർത്തുകയും ചെയ്യേണ്ടതുമാണ്. വലിയ ഉത്തരവാദിത്തമാണ് ആ വിഷയത്തിൽ. ദുനിയാവിന്റെ സുഖങ്ങൾ മാത്രമാണെന്നില്ല, ഈ മക്കളെ കൊണ്ട് നാളെ ആഖിറത്തിന് നമുക്ക് ഉപകാരം ലഭിക്കുന്നതാണ്. മഹാനായ അബൂ സിനാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എൻ്റെ മകൻ സിനാൻ മരണപ്പെട്ടു. ആ സിനാൻ എന്ന എൻ്റെ മകനെ ഞാൻ ഖബറടക്കി. എന്നാൽ അതേ ഖബർസ്ഥാനിൽ മറ്റൊരു ഖബറിന്റെ അടുക്കൽ അബൂ തൽഹത്തുൽ ഖൗലാനി എന്നൊരു സ്വഹാബിയുണ്ട്. ഞാൻ വളരെ പ്രയാസപ്പെട്ടാണ് എൻ്റെ മകനെ ഖബറടക്കിയത്. ഖബറടക്കി തിരിച്ചു വരാൻ ഇങ്ങനെ ഉദ്ദേശിച്ചപ്പോഴാണ് അബൂ തൽഹ റളിയല്ലാഹു അൻഹു എൻ്റെ കൈ പിടിച്ചിട്ട് ചോദിച്ചു, അലാ ഉബശ്ശിറുക യാ അബാ സിനാൻ. അബൂ സിനാനെ, നിനക്ക് ഞാൻ ഒരു സന്തോഷ വാർത്ത അറിയിച്ചു തരട്ടെയോ?
ഞാൻ പറഞ്ഞു അറിയിച്ചു തന്നാലും. എന്നിട്ട് പറഞ്ഞു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇദാ മാത വലദുൽ അബ്ദ്, ഒരടിമയുടെ മകൻ മരിച്ചാൽ അല്ലെങ്കിൽ മകൾ മരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലക്കുകളോട് പറയുമെന്നാണ്, ഖബൽതും വലദ അബ്ദീ, എൻ്റെ അടിമയുടെ മകളെ നീ പിടിച്ചു കൊണ്ടുവന്നോ? മലക്കുകൾ അതെ എന്ന് മറുപടി പറയും. അല്ലാഹു പറയും, ഖബൽതും സമറത ഫുആദിഹി, അവന്റെ ഹൃദയത്തിന്റെ വിശുദ്ധിയെ, ആ സുന്ദരമായ സന്തോഷത്തെയാണ് നിങ്ങൾ പിടിച്ചു കൊണ്ടുവന്നത്. അപ്പോഴും മലക്കുകൾ അതെ എന്ന് പറയും. ആ സമയത്ത് അല്ലാഹു ചോദിക്കുമെന്നാണ്, അവന്റെ സന്താനത്തെ പിടിച്ചു കൊണ്ടുവരുമ്പോൾ എൻ്റെ അടിമ പറഞ്ഞതെന്താണ്? ഹമിദക വസ്തർജ, അവൻ അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ് പറഞ്ഞത്. അല്ലാഹു പറയുമെന്നാണ്, ഇബ്നു ലി അബ്ദീ ബൈതം ഫിൽ ജന്ന, സ്വർഗത്തിൽ എൻ്റെ അടിമക്ക് വേണ്ടി ഒരു വീട് നിങ്ങൾ നിർവഹിക്കണം, എടുക്കണം. ആ വീടിനിക്ക് നിങ്ങൾ പേര് വെക്കേണ്ടത് ബൈത്തുൽ ഹംദ് എന്നാണ്. ഇങ്ങനെ പുണ്യനബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അബൂ സിനാനെ, അതുകൊണ്ട് സന്തോഷിക്കൂ. നിന്റെ മകനെ അല്ലാഹു തിരിച്ചു വിളിച്ചിട്ടുണ്ടെങ്കിൽ പോലും നാളെ ആഖിറത്തിൽ നിനക്ക് ഉപകാരമുള്ള ഒരു മകനായിട്ടവൻ വരുന്നതാണ്. അപ്പോൾ അല്ലാഹു തആല സന്താനങ്ങളെ നിയമത്തായി തന്നതാണെങ്കിൽ പോലും അത് അല്ലാഹു തിരിച്ചെടുത്താൽ പോലും അതിലും വലിയ അനുഗ്രഹം അല്ലാഹു നമുക്ക് കണ്ടിട്ടുണ്ടാകും. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കിലേക്ക് ഒരാൾ ഇങ്ങനെ തൻ്റെ മകനെ പിടിച്ചു കൊണ്ടുവരികയാണ്. നബി തങ്ങൾ അയാളോട് ചോദിച്ചു, നിനക്ക് ഈ കുഞ്ഞിനോട് സ്നേഹമുണ്ടോ, ഇഷ്ടമുണ്ടോ? അയാൾ അതെ എന്ന് പറഞ്ഞു. പിന്നീട് ആ മനുഷ്യനെ കണ്ടില്ല കുറേ ദിവസം. നബി തങ്ങൾ അന്വേഷിച്ചു, ഇന്ന മനുഷ്യൻ എവിടെയാണ്? ആരോ പറഞ്ഞു അയാളുടെ മകൻ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോഴാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, സ്വർഗത്തിന്റെ വാതിലുകളിൽ ഏതെങ്കിലും ഒരു വാതിലിലൂടെ ആ കുട്ടി ഇങ്ങനെ വരും. എന്നിട്ട് ഈ പിതാവിന് മാതാപിതാക്കളെ പ്രതീക്ഷയോടെ കാത്തിരിക്കും. അത് നിങ്ങൾക്ക് സന്തോഷം വരുത്തുന്നില്ലേ? ഇങ്ങനെ പറഞ്ഞപ്പോൾ സ്വഹാബികളിൽ നിന്നൊരാൾ ചോദിച്ചു, അലഹു ഖാസ്സത്തുൻ ഔ ലികുല്ലിനാ, ഇത് അയാൾക്ക് പ്രത്യേകമാണോ, അതല്ല നമുക്കൊക്കെ ലഭിക്കുമോ ഇങ്ങനെ സംഭവിച്ചാൽ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞത്, ബൽ ലികുല്ലിക്കും, നിങ്ങളിൽ ആർക്കത് സംഭവിച്ചാൽ പോലും നിങ്ങൾക്ക് ഈ പ്രതിഫലം ലഭിക്കുന്നതാണ്. സ്വർഗീയ കവാടത്തിന്റെ വാതിലുകളിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളെ കാത്തു നിൽക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സന്താനം വലിയ ഭാഗ്യമാണ്, എന്നാൽ ഉത്തരവാദിത്തമാണ്. അത് അല്ലാഹു തിരിച്ചു സ്വീകരിച്ചാൽ പോലും ആഖിറത്തിൽ നമുക്ക് വെളിച്ചമാകുന്ന വലിയ അമലാണ് താനും. എന്തിനു പറയണം, നമ്മൾ ചെലവഴിക്കുന്ന ഒരു ദീനാറ് പോലും നിന്റെ കുടുംബത്തിന്റെ മേലിൽ, നിന്റെ മക്കളുടെ മേലിലായാൽ ഏറ്റവും വലിയ പ്രതിഫലം നിനക്ക് രേഖപ്പെടുത്തുമെന്നും പുണ്യനബി പഠിപ്പിച്ചിട്ടുണ്ട്. ദീനാറുൻ അൻഫഖതഹു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നീ ചെലവഴിക്കുന്നതായ ഒരു ദീനാർ. വദീനാറുൻ അൻഫഖതഹു ഫീ റഖബത്തിൻ, ഒരടിമയെ മോചിപ്പിക്കുന്നതിൽ നീ ചെലവഴിക്കുന്ന ഒരു ദീനാർ. വദീനാറുൻ തസദ്ദഖത ബിഹി അലാ മിസ്കീൻ, ഒരു പാവപ്പെട്ട ആൾക്ക് നീ നൽകുന്ന ഒരു സ്വതക്ക, ആ സ്വതക്കയിലുള്ള ഒരു ദീനാർ. വദീനാറുൻ അൻഫഖതഹു അലാ അഹ്ലിക, നിന്റെ കുടുംബത്തിന്റെ മേൽ നീ ചെലവഴിക്കുന്ന ഒരു ദീനാർ. അഅലമുഹാ അജ്റൻ അല്ലദീ അൻഫഖതഹു അലാ അഹ്ലിക, ഈ കൂട്ടത്തിൽ
ഒരുപാട് ദീനാറുകളെ പറഞ്ഞിട്ടുണ്ട്. ഈ ദീനാറുകളിൽ നിനക്ക് ഏറ്റവും ഉത്തമമായ ദീനാറ് നിന്റെ സ്വന്തം കുടുംബത്തിന്റെ മേൽ നീ ചെലവഴിക്കുന്ന ദീനാറിനാണെന്ന് പഠിപ്പിച്ചത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ. അപ്പോൾ സ്വന്തം കുടുംബത്തെ പരിപാലിക്കുന്നതിൽ എത്ര മഹത്വമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. സന്താന പരിപാലനം വലിയ ഉത്തരവാദിത്തമാണ്. ആ പരിപാലനം അള്ളാഹു പൊരുത്തപ്പെടുന്ന രീതിയിലായിട്ടില്ലെങ്കിൽ നരകം നമുക്ക് സമ്മാനിക്കുകയും ചെയ്യും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾക്ക് ഫിത്നയാണ്. നിങ്ങളെ അത് നാശത്തിലേക്ക് കൊണ്ടുപോവാൻ സാധ്യതയുണ്ട്. അത് വലിയ ഉത്തരവാദിത്തമാണ് എന്നതിലേക്ക് സൂചിപ്പിക്കുകയാണിത്. എന്നാൽ നമ്മിൽ പല ആളുകളും നമ്മുടെ മക്കൾ പെൺകുട്ടികളായി എന്നതിൻ്റെ പേരിൽ പലപ്പോഴും പ്രയാസപ്പെടാറുണ്ട്, ദുഃഖിക്കാറുണ്ട്. ചിലർ ആൺകുട്ടികളെ കിട്ടാത്തതിൻ്റെ പേരിൽ പ്രയാസപ്പെടാറുണ്ട്. എന്നാൽ ഇതൊന്നും നമ്മുടേതായിട്ട് നമ്മുടെ കഴിവ് കൊണ്ട് ലഭിക്കുന്നതല്ല. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പെൺകുട്ടികളെ നൽകുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആൺകുട്ടികളെ നൽകുന്നു. ഇതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. പക്ഷേ നമ്മിലേൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സന്താനത്തെ നമുക്ക് അള്ളാഹു നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ വലിയ ഉത്തരവാദിത്തം മാതാപിതാക്കളായ നമ്മുടെ മേലിലുണ്ട്. പെൺകുട്ടികൾ അധികരിച്ച് ലഭിച്ചു എന്നതിൻ്റെ പേരിൽ നമ്മൾ ദുഃഖിക്കരുത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് അതാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഹദീസും അതാണ് സൂചിപ്പിക്കുന്നത്. വലിയ ശ്രേഷ്ഠതയുണ്ട് പെൺമക്കളെ സംരക്ഷിക്കുന്നതിലും വളർത്തുന്നതിലും. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ആല ജാരിയതൈനി ഹത്താ തബ്ലുഗാ. രണ്ട് പെൺമക്കളെ ആരെങ്കിലും പ്രായപൂർത്തിയാകുന്നത് വരെ വളർത്തിക്കൊണ്ടുവന്നാൽ ജാഅ യൗമൽ ഖിയാമത്തി അന വഹുവ വലമ്മ അസ്വാബിഅ. നബി തങ്ങൾ തങ്ങളുടെ രണ്ട് വിരലുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനും അവനും ഇപ്രകാരമാണ് സ്വർഗത്തിലേക്ക് വരിക. ഖിയാമത്ത് നാളിൽ അവൻ വരിക. നമ്മൾ രണ്ടുപേരും ഇങ്ങനെ തൊട്ടടുത്തായിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണത്. പെൺകുട്ടികളായാൽ മുഖം കറുക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാവാൻ പാടില്ല. അത് അല്ലാഹു തരുന്ന അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കി നാളെ ആഖിറത്തിലെങ്കിലും നമുക്ക് രക്ഷ കിട്ടും എന്നുള്ള ഉറപ്പിൽ അല്ലാഹുവിൻ്റെ പ്രതിഫലം മാത്രം കാംക്ഷിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ വളർത്താൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളിൽ പെടുത്തിത്തരട്ടെ. മക്കളില്ലാത്തവർക്ക് അല്ലാഹു സ്വാലിഹീങ്ങളായ മക്കളെ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.